ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇന്ന് മുതൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബാൽക്കണി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ബാൽക്കണിയിൽ കുറച്ച് നേരം നിന്നു. ഞാൻ ഫോണും കൊണ്ട് വന്നതുകൊണ്ട് എല്ലാവരും പുതപ്പിനടിയിൽ അങ്ങനെ ഒളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും കേതും കൂടെ വന്നത് ഇവിടെ കുറച്ച് നേരം അങ്ങനെ നിന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കാൻ നമ്മൾ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ലെന്ന് വരെ തോന്നിപ്പോയി. ഇങ്ങനെ അങ്ങ് നിന്നാൽ മതി കേട്ടോ. കാർമേഘം നിറഞ്ഞ ആകാശവും അതിലൂടെ എത്തി നോക്കുന്ന സൂര്യനും ഉദിക്കണോ വേണ്ടയോ നല്ല കൺഫ്യൂഷനിലാണ് കേട്ടോ ആള്. പിന്നെ മലനിരകളും ചെറിയ ചാറ്റിലും മഴയും കോടയും അങ്ങനെ വേണ്ട ആകെ മൊത്തം നല്ലൊരു വൈബ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് അജണ്ട എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാന്നുള്ളതാണ്. ഏത് ഹോട്ടലിൽ വന്നാലും എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി എല്ലാ ഹോട്ടലുകളിലും കാണും. അപ്പം ഇവിടുത്തെ വെറൈറ്റി എന്താണെന്ന് അറിയില്ല. എന്താണെങ്കിലും നമ്മൾ ഹോട്ടൽ ഫുള്ളൊന്ന് ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി കേട്ടോ. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ബൊഫെ ആയിരുന്നു ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ചായ, കോഫി, അതാണ് നമ്മുടെ ഗ്രീൻ പീസ് കറി പോലൊരു കറി ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു, ചട്നി ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉപ്പുമാവ്, കേസരി ബാത്ത് എന്ന് വേണ്ട എല്ലാ ഐറ്റംസും. പിന്നെ ഉഴുന്നുവടയുണ്ട്, ഇഡലിയുണ്ട്. ഞാനും കേതനും ഇഡലിയും അതണക്ക് തന്നെ ഒരു ഉഴുന്നുവടയും പിന്നെ കുറച്ച് ഉപ്പുമാവുമാണ് ഇവിടെ എടുത്തത്. അങ്ങനത്തെ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുത്തു. ഇവിടെ ഉഴുന്നുവട ഉണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ അവർ ചൂടോടെ ഉണ്ടാക്കി കൊണ്ടുതരും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പം എല്ലാവർക്കും ബൈ.